ചിത്രം ഒന്ന് കൊണ്ടുവരുമോ? ചിത്രം ഒന്ന് കൊണ്ടുവരാം. മാതാവിന്റെ പിതാവിന്റെ പേരിൽ 5 കർമ്മം, ആ ഉണ്ണിയുടെ പേരിൽ 5 കർമ്മം, ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നും മണ്ണ്. ഒരു 28 വയസ്സിലോ 27 വയസ്സിലോ എന്തെങ്കിലും നല്ലൊരു കാര്യം ആരാ ചുറ്റപ്പെട്ടത്? എങ്ങനെയാ ഉണ്ണിയുടെ ആൾക്കാരൊക്കെ അല്ലല്ല, കൂടപ്പുറപ്പുകളായിട്ട് സന്തോഷത്തിലാണെന്ന് കിട്ടുന്നു. അത് തന്നെ ഞാനും പറഞ്ഞോളൂ. കാണുമ്പോ എന്റെ ഏട്ടന്റെ സന്താനങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാന്ന് കെട്ടിപ്പുണരും ചിരിക്കലല്ല, അതിന്റെ ഉള്ളിലൊരു ചിരിയുണ്ട്. ആ ചിരി കൊണ്ട ചോദിച്ചേ. അതിന്റെ ചുറ്റവട്ട വടക്ക് വശത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് മുഖമ്പോഴും വീടാല്ലേ. ഉണ്ണിയുടെ സ്വന്തക്കാരുടെ തൊട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, വടക്ക് കിഴക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അവിടെ ആരാ അവരായിട്ടൊക്കെ എങ്ങനെയാ? അല്ല, അതൊന്നും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു. അവരൊക്കെ ആയിട്ട് എങ്ങനെ സന്തോഷത്തിലാണെന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. നല്ല സന്തോഷത്തിലാ. എന്താ ഉണ്ണി തിരിച്ചേ? അല്ല, ഉണ്ണിക്ക് അതിന് ചില അനുഭവങ്ങൾ ഉണ്ടാവുള്ളല്ലോ, അല്ലാണ്ട് അങ്ങനെ തിരിക്കും. ഉണ്ണി അവിടെ വന്നു കയറിയതല്ലേ, ഞാൻ കൊണ്ട് കയറ്റിയതാണല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. സന്തോഷത്തിലാണെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഞാൻ തീർപ്പുണ്ടാക്കിയതില്ല. ചിത്രം കൊണ്ട് വടക്ക് കിഴക്കല്ല കിഴക്ക് പടിഞ്ഞാറ് ആരിരുന്ന് കഴിഞ്ഞ് 3 കൂടി കവലയിൽ ആര് വടം വെച്ച് നിർത്തിയാലും ആ വടം പൊട്ടിച്ച് ഉണ്ണിക്ക് സന്താനത്തില് മകനെ ഞാൻ നല്ലൊരു ബന്ധം വന്നതാ. അത് മുടക്കിയതാ. നല്ല ബന്ധമായിരുന്നു. ഇനി പോണേലത്ത് ചിത്രം ഒന്ന് വരച്ചു കൊണ്ടുപോട്ടാ. ചിത്രം വരച്ചു കൊണ്ടുവരാൻ എന്താ ഉണ്ണി തിരിച്ചളിക്കല്ലേ? വിജയിപ്പിച്ചു തരാൻ പോരെ? പോരെ? എന്റെ കാളിക്കൊരു കടും മധുരത്തിൽ അന്നം കൊടുക്കാം. ഇതാ വേഗം വേഗം ആയിക്കോട്ടെ, സമയമായിക്കൊണ്ടിരിക്കുന്നു. വേഗമായിട്ട് പിന്നെന്താ വേണ്ടേ? പിന്നെന്താ ഒന്ന് അളവ് നോക്കിക്കോ, ഒന്ന് ചുറ്റളവ് നോക്കിക്കോ. ഇത് അതിന്റെ 4 ഭാഗത്തും കൊണ്ടുവന്നത്. ഉണ്ണിക്ക് വേറൊരു ഇഷ്ടമുണ്ട്, മനസ്സിലായില്ലേ? ഈ ഉണ്ണി അറിയാതെ കണ്ട് കൊണ്ടുപോകുന്നു. അത് ഉണ്ണിയായിട്ട് ഇഷ്ടം തോന്നിയിട്ട് കുറെ കാലങ്ങളായി. അത് നിലനിന്ന് പോകുന്നു. ഈ 2 ആവശ്യപ്പെടുന്നു അല്ലേ? അല്ലേ? നീ അങ്ങനെയൊക്കെ മറിച്ച് എവിടെയൊക്കെ ചെന്ന് കുത്തിരുന്നാലും ഞാൻ കണ്ടുപിടിക്കും. എന്താ കുഴപ്പം? സ്ത്രീയുടെ അല്ലേ? ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവാ, ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവാ. ഞാൻ വഴി ഉണ്ടാക്കി തരാം. നീ എന്തിനാ അവലാതി പറഞ്ഞ? ഒരു സ്ത്രീ പ്രതിമ നീ തങ്ങി പാർക്കുന്ന ഭവനത്തിന്റെ 4 ഭാഗത്തിൽ കൊണ്ട് വന്ന് കൊണ്ടുപോവാ. നീ ആവലാതിപ്പെടല്ലേ? ഇതൊക്കെ തീർക്കാനും പരിപാലിക്കാനും ഞാനല്ലേ? ഏതാ തൊണ്ണു നീ പൊക്കോ. നീ പൊക്കോ.
ഇരിക്കുന്നേ അവിടെ. എന്താണ് എന്താ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞു? ഇപ്പൊ അവരെന്താ പറഞ്ഞു? അവരൊന്നും സമ്മതിക്കുന്ന അത് നല്ലത്. അകന്ന് നിന്നിട്ട് നക്ഷത്രം പറഞ്ഞു സമയം നല്ലത്. ഉണ്ണിയുടെ ആ നീ വെച്ചോ, വെച്ചാ വെച്ചോ. നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നും ആരും കൂടെ പറയാം. പ്രത്യേക നീ എടുത്തോളാൻ. എനിക്ക് എല്ലാവരുടെ പേരിന് നീ എടുത്ത പുലർത്താൻ നിന്റെ നക്ഷത്രം നീ എടുത്തോ. എടുത്ത് കഴിഞ്ഞ് കുറച്ച് ദിനം കഴിഞ്ഞിട്ട് നിന്റെ ആണെന്ന് അറിയാൻ പാടില്ല. അതിന് മുമ്പ് ഒരു ഉണ്ണിയോടും പറയണ്ട. മനസ്സിലായ വെക്കോ. മണ്ണവിടെ എന്തായി ഉണ്ണിയെ? അവരോട് രണ്ടാമത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ കഴിച്ചു പോകുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. പക്ഷേ റിപ്പോർട്ടിനടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്റെ ആലയത്തിൽ പോയി നീരാട്ട് കഴിച്ച് അച്ഛന്റെ പൂവളത്തിന്റെ കാരം അച്ഛന്റെ തിരുമുമ്പൊക്കെ നോക്കി നിന്ന് കാഞ്ഞിട്ട് ചവച്ചരച്ച് കഴിച്ചോളാൻ പറഞ്ഞില്ലേ. അത് മുടങ്ങാണ്ട് കഴിച്ചു. 30 നാള് കൂടുമ്പോ ആദ്യത്തെ 7 നാള് അവസാനത്തെ 7 നാള്. മനസ്സിലായ? അത് കൊണ്ടുപോയി കൊടുക്കൂ. വലിയ ചെലവൊന്നുമില്ല നിനക്ക്. അത് നീ കൊടുത്തു. പിന്നെ ഞാൻ നോക്കിക്കോളാം. പോരേ ആർക്ക് ഇത് തീരട്ട ഉണ്ണിയെ? ഉണ്ണിയെ അങ്ങനെ വലിയ വലിയ പുസ്തകത്താലെടുത്ത് മനസ്സിൽ പതിപ്പിക്കേണ്ട ഒരു പ്രായമാണ്. ആദ്യം വേവലാതി തീരട്ടെ അല്ലേ? ഒരുപാട് ഇത് തീരട്ടെ ഉണ്ണിയെ. മനസ്സിലായില്ല? എനിക്കൊരു നല്ല ജോലി ഇത് തീരട്ടെ. അവനൊന്ന് കളിച്ച് നടക്കട്ടെ. മനസ്സിലായില്ല? അവന്റെ ഇഷ്ടത്തിന് വിട്ടേക്കണം. ഞാൻ അവനെ കൊണ്ടിടുന്ന എന്റെ കളത്തിൽ കയറി കളിക്കാൻ പിന്നെ നിങ്ങൾ വരണ്ട. എന്താ പറഞ്ഞു? ആ ഉണ്ണി എന്ത് ഇഷ്ടമുണ്ടോ ആ ഇഷ്ടത്തിന് നടന്നോട്ടെ. ഇപ്പൊ എനിക്ക് പ്രാധാന്യം ആ ഉണ്ണിയുടെ അകത്തുണ്ടെന്ന് ഉണ്ണികൾ പറഞ്ഞതും ഔഷധക്കാരൻ സ്ഥിരീകരിച്ചതും അത് ഇല്ലാണ്ടാക്കി എൻ്റെ അച്ഛനോട് ചോദിച്ച് അച്ഛന്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് അച്ഛൻ നീരാടി കുളിക്കുന്ന നീരും അച്ഛന്റെ കണ്ടത്തിൽ കിടക്കുന്ന കോളത്തിന്റെ കാരം അരച്ച് കലക്കി ഞാൻ എൻ്റെ അച്ഛൻ തരുന്ന ഔഷധം സേവിപ്പിച്ച് ആ വേവലാതി ഇല്ലാണ്ടാക്കല എൻ്റെ പണി. വിദ്യക്ക് അത് കഴിഞ്ഞിട്ട് കൊടുത്തേക്കാം. ഈ ഭൂമി മലയാളത്തിൽ വിദ്യയില്ലാത്ത എത്ര വെള്ളി കൂടുതലുള്ള എത്ര ഉണ്ണികളുണ്ട്? ഓക്കെ, നിനക്ക് ഞാനുണ്ട്. പോരെ അതല്ലേ കുഴപ്പം. രണ്ടുപേരുടെ പ്രിയൊന്നും മാറുന്നു. നീ പൊക്കോ. തരാം. നീ പൊക്കോ. പേര് നഷ്ടപ്പെടുന്നു. എൻ്റെ ഒരു കാര്യം ഇത് 5 കാലത്ത് വെച്ചിട്ട് ഉപരം പോയി അവിടെ കൊണ്ടിരിക്കും. ഞാൻ നോക്കിയില്ലേ പേടിക്കില്ല.
ഞാനൊരു ആവശ്യം സ്വാമിയുടെ അടുത്ത് എനിക്ക് കർമ്മം നിശ്ചയിച്ചു. കർമ്മത്തിന് സാധനം കൊണ്ടുവന്നപ്പോൾ ഒരു തടസ്സമുണ്ടെന്ന് ഹനുമാൻ സ്വാമിക്ക് ഒരു വടമാല അത് ഞാൻ കൊടുത്തു. ഇനി എനിക്ക് എൻ്റെ കാര്യം നടന്നിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നടത്തിത്തരാം, അത് നടത്തിത്തരാന്ന് പോരെ. ഉണ്ണിക്ക് ഇപ്പോഴും പേടിയാ. എന്തിനാണ്? ഇനിയിപ്പോ വേറെ ഏതിലേക്ക് പോയാലും അതും മറക്കും. ഇതിൽ ഞാനുണ്ട് നിനക്ക് കൂടെ, പിന്നെന്താ കുഴപ്പം? ഇത് ഏത് ദിക്കില് പോയാലും നിനക്ക് ബില്ല് വല്ലിക്കൂലി കിട്ടും, മനസ്സിലായില്ല? മറ്റുള്ള കാര്യങ്ങളോ അത് ആ ദേശത്ത് മാത്രം നടക്കുള്ളൂ, മനസ്സിലായില്ല? ഇത് ഈ ഭൂമി മലയാളം, ഈ ഭൂമി ലോകം എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞ കാര്യമില്ലാണ്ട് ഒരു നടപടി ഇല്ലാണ്ടാ. നീ പൊക്കെ ഞാൻ നടത്തി തരാം പോരെ നിനക്ക്. കുഴപ്പമില്ല. ശനി പോയപ്പോ എന്തിനാ വേണ്ടാത്ത ചിന്തിക്കണ ഉണ്ണിയെ, മനസ്സിലായില്ല? എനിക്ക് എൻ്റെ കൂടെ ഇന്ന ആള് ബലവാനായിട്ടും മുന്നിലും പിന്നിലും ഇടത്തും വലത്തും എന്നെ രക്ഷിച്ചു കൊണ്ടുപോകുമ്പോ ഒരു ഉണ്ണി എന്ത് ആ വിചാരങ്ങളോ എന്ത് പ്രാർത്ഥനാ സങ്കല്പങ്ങളോ വെച്ചാൽ അങ്ങേരെ മടി കറന്നിട്ട് എൻ്റെ മടിയിലേക്ക് വരുള്ളൂ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ. നിന്റെ ശനി പോണ പോട്ടിൽ വെറുതെ ഒന്ന് തട്ടിയിട്ടത് അത് അങ്ങേർക്ക് ചെയ്യേണ്ടതാ. ഞാൻ മാറിക്കൊടുത്തതാ എന്നതിനിൽ അതെങ്ങനെയായാലും ചെയ്യും, മനസ്സിലായില്ല? ശനിയുടെ ആളാ, മനസ്സിലായില്ല? ശനിനെ മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ അച്ഛന് ദോഷം വന്നിട്ടുണ്ട്, കണ്ടകശനി വന്നിട്ടുള്ളതാണ്. അപ്പൊ ശനി അത് തീർപ്പാവും. പക്ഷെ ഇത്തിരി ബലം കുറച്ച് തന്നത് ഞാനാ, മനസ്സിലായില്ല? ഒപ്പം വേറെ തന്നാ മതിയാ മതി സ്വാമിയോട്. ഇത് പൂർണ്ണയായിട്ട് അങ്ങോട്ട് തോളോട് തോട് ചേർന്ന് തൂകില്ല, മനസ്സിലായില്ല? നമുക്ക് പിടിക്കാൻ പറ്റുന്ന കൊമ്പല്ല നമുക്ക് പിടിക്കേണ്ട ഉണ്ണിയെ, മനസ്സിലായില്ല? ഇത് കണ്ടത്തിൽ കയറിയ കഥ മാറി, പിന്നെ തല്ലൂട്ടായി, വാക്കുവാദങ്ങളായി, തൊപ്പിക്കാരടുത്ത് പോലായി, പിന്നെ അതിന് തീർപ്പുണ്ടാക്കാൻ നടക്കുന്നു. ഇതാകുമ്പോഴോ ഉണ്ണി കൊണ്ടുവരുന്ന വെള്ളിക്കനുസരിച്ച് ഉണ്ണിയുടെ കീട ഉണ്ണി പറഞ്ഞ വാക്കും പഠനം നിൽക്കാവുന്നൊരു ഉണ്ണിയാകുമ്പോഴോ അതാ നല്ലത്. വലിയ ചമഞ്ഞൊരുങ്ങുന്ന ഒരു ഉണ്ണിയും വേണ്ട നമുക്ക്. ഞാൻ തന്നേക്കാൻ പോരെ. എന്തൊക്കെ ഞാൻ കേട്ട വാർത്ത, എന്താ ഞാൻ കേട്ട വാർത്ത? പറയ്. വെറുതെ അല്ല ഞാനത് ചോദിക്കാന്ന്. അത് എൻ്റെ കാര്യക്കാരൻ പറഞ്ഞു. എന്താ കാര്യം? എത്ര കാലമായി ഇത് കഴിഞ്ഞിട്ട്? മുൻകൊല്ലം കഴിഞ്ഞിട്ട് എത്ര കാലം? എന്നിട്ട് നീ മനസ്സിലാക്കില്ലേ ഈ ഉണ്ണിനെ? നീ എന്ന് മനസ്സിലാക്കാനാ? പറഞ്ഞു
പൊക്കോ. വന്നിട്ട് ഒരു ഫ്രണ്ടിലത്തെ ഒരു ഡോർ മാറ്റ് വെച്ചു പിന്നെ ബൗണ്ടറി കൊണ്ടിട്ടു ഈ ഇനി ഒന്നും കൂടി ഞാൻ തള്ളണം. വരില്ല എന്നാ പറയുന്നത് പൈസ ഇനി വരണ്ട, ഞാനവിടെ വരാം. പൈസ ഒരു വരവൊന്നും ഞാനൊന്ന് മാന്തിപ്പ ശരിയായി. ഇനി ഒരു മാന്തലം കൂടി മാന്തിക്കോളാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി നേരിട്ട് വന്ന ഈ മാസം ലാസ്റ്റിൽ അതന്നെ അവർ നമ്മൾ ജോലി ഒഴിവാക്കിയെന്ന് പറഞ്ഞ ആ കഴിഞ്ഞു വീട് കല്യാക്കിട്ട് പോകാം വേറെ ഒരു വ്യക്തി അവിടെ വരും അപ്പം അവിടെ കയറാനായിട്ട് അവൻ വീട് വാതിൽ വെക്കുന്നില്ല, ബാത്റൂം ചെയ്തിട്ടില്ല, കറക്റ്റ് ചെയ്തിട്ടില്ല, അത്യാവശ്യം അവിടെ പണികളും പെൻഡിങ് വെച്ചിരിക്കുമ്പോൾ തീർപ്പാക്കി തരാൻ പോകും. അവന് എന്ത് ഇപ്പൊ അത് പോലീസ് കഴിഞ്ഞാൽ ഒരു കർമ്മസ്ഥാനം തരാം. പൊക്കോളില്ലേ, അത് കഴിഞ്ഞാൽ ഒരു കർമ്മസ്ഥാനം തരാന്ന്. അവിടുന്ന് പടിവാതിൽ ഇറങ്ങുമ്പോഴേ വേറൊരു വാതിലും ഞാൻ കയറ്റി തരാം, പൊക്കോളൂന്ന് ചോദിച്ചു. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് വെക്കാന്ന് ഇല്ല ഭഗവാൻ അവന് തന്നു ശരിയാക്കിയതിന് ശേഷം ജോലി വേറെ ശരിയാക്കി ആയിക്കോട്ടെ ഭഗവാനെ ഇവിടുത്തെ വെള്ളിയൊന്നും കിട്ടില്ല, അല്ല ഇവിടുത്തെ അത്രയും വെള്ളിയൊന്നും കിട്ടില്ല. അത് കുഴപ്പമില്ല ഭഗവാൻ, എനിക്ക് വീട്ടിൽ പോയിട്ട് കയറാനുള്ള ഒരു അത് ഞാൻ നടപ്പുണ്ടാക്കി തരാൻ പൊക്കോ. ഉടനെ ഭഗവാൻ അതൊന്നും അവൻ വരാനുള്ള മനസ്സ് കൊടുത്തിട്ട് അവൻ ചെയ്തു തരണം. വന്ന് വാതിൽ പറ്റൂ. ഇനി നീതിയും കുറച്ച് കെടുക്കാം. ഒരു തന്റെ ഒന്നും കൂടി നല്ലോണം കല്ലിത്തരാം. എസ്ഐമാര് പോലീസ് സ്റ്റേഷനിലൊക്കെ സംസാരിക്കുമ്പോൾ അവർ എന്ത് അറിയോ, അവര് തമ്മിൽ വെള്ളി കൊടുക്കുന്ന അവർ കാര്യം. വീടിക്ക് വില കെട്ടുന്നവര് കർണാടക വേറെ റൂട്ടിലാണ്. നക്ഷത്രം പറഞ്ഞു ഞാൻ തരാം. നല്ല സമയ ഞാൻ തരാം. അത് ഒഴിഞ്ഞിട്ടൂടെ എനിക്കൊന്നും കൂടി ഇരിക്കായി. ഒക്കോ. എന്താ സ്വർണ്ണം ഒഴിച്ച് ബാക്കിയില്ല. അവളെന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവളെ അവളുടെ അമ്മ എന്താ കാര്യം? സ്വർണം അല്ലാണ്ട് ബാക്കിയല്ല അവളെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇപ്പൊ മനസ്സിലായില്ല. പൈസ എന്നെ കൊണ്ടുള്ള സ്വാധീനം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവളിപ്പോ എനിക്ക് ആരെയും എനിക്ക് തുടക്കത്തിന് മനസ്സിലായില്ല ഈ മുതലിന്റെ വിശേഷങ്ങൾ. അതൊക്കെ ആയിക്കോട്ടെ, ഒരു പാത്രത്തിൽ നിന്ന് പോകുന്ന ഉണ്ണികൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പിന്നെന്താ ഒരുമിച്ച് കളിച്ച് നടന്നതും വളർന്നതും അതിന്റെ പൂർണ്ണ രൂപങ്ങളൊക്കെ എഴുതി കൊടുത്തോ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. സ്വാമി വസ്തു വിൽപ്പനയുടെ കാര്യം ആളുടെ കാലയുടെ കാര്യം നടത്തി തരാം. നീ പൊക്കോ പൊക്കോ പൊക്കോ. രാധന്റെ രാധ സ്വാമി നല്ലോണം സഹായിക്കുന്നു. ആരെ സ്വാമിന് നല്ല വിശ്വാസം. പിന്നെ സന്ദേഹം ആരെയാ? എന്താണ് ഒരു ഹോം നേഴ്സായിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അബുദാബി എനിക്ക് വന്നു ഒരു ഹാർഡ് എക്സാം പാസ്സാകും. അത് ഞാൻ വിജയിപ്പിച്ചു തരാം. ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ഇത്രയൊക്കെ ഞാൻ നിനക്ക് നടന്ന് നിന്റെ പിതാവ് നടത്തിത്തരും പോലെ, അല്ലെങ്കിൽ നിന്റെ ഒരു പുരുഷൻ നടത്തിത്തരും പോലെ, അല്ലെങ്കിൽ നിനക്ക് മുൻപേ പറഞ്ഞ ചേട്ടൻ നടത്തിത്തരുന്ന പോലെ ഞാൻ നിനക്കൊക്കെ നടത്തി തന്നിട്ട് പിന്നെ നിനക്ക് എന്താ സന്ദേഹം എന്നാ ചോദ്യം. പോരെ നീ നടത്തിത്തരാം. നക്ഷത്രം എന്താന്ന്? 25-ാം തീയതി ഞാൻ പോകാൻ തീരുമാനിച്ചത്. നീ ഇപ്പൊ അപ്പോൾ ഇനി ഞാൻ ദിനം 2 നേരം വെള്ളി ഇട്ട് വെച്ച്
എന്നെ നല്ലവണ്ണം സങ്കല്പിച്ചേക്കണം. ഇതിനും 2 നേരം വെള്ളിട്ട് വെച്ച് എന്നെ നല്ലവണ്ണം സങ്കല്പിച്ചേക്കണം. മനസ്സിലാവുണ്ടോ? നാമോദയം പറഞ്ഞ ഉണ്ണി നിന്റെ അതല്ല, നിന്നോട് 2 നേരം വെള്ളിട്ട് വെച്ച് എന്റെ സന്താനങ്ങൾക്ക് വേണ്ടതായ വിദ്യയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും അവർ പോകുന്ന സമയത്ത് ആ വില്ലുമ്പെ അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ ആ വിദ്യ ചൊല്ലി പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥൻ പറഞ്ഞു വാക്കുവചനങ്ങൾ കേട്ട് അതുപോലെ തന്നെ എന്റെ ഉണ്ണി സന്താനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി എഴുത്ത് പരീക്ഷയ്ക്കിരിക്കുന്ന സമയത്ത് അതിന് വിജയം ഉണ്ടാക്കി കൊടുക്കാൻ പറയാം കേട്ടോ. എന്താക്കി വീട്ടുകാരെ ഒരു നിർത്തിയ ആളുടെ സ്റ്റേജിൽ വീട്ടുകാരോട് സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അവരുടെ ക്ലൈമർ ശരിയാക്കി കഴിഞ്ഞ് വരാമെങ്കിൽ സംസാരിച്ചു. പക്ഷേ തീർത്ത് പറഞ്ഞില്ല, ആ രീതിയിൽ സംസാരിച്ചില്ല. അവർക്ക് കിട്ടേണ്ടത് വാഗ്വാദത്തിന്റെ വെള്ളി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ണിയെ ആയിട്ടുള്ള കാര്യങ്ങൾ തീർപ്പാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെ തീർച്ചയായിട്ടും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വെള്ളി കിട്ടിയ അത് തന്നെ ചോദിച്ചുള്ള. ഞാൻ പറഞ്ഞത് മുന്നിൽ പറഞ്ഞ ഭാഷയ്ക്കൊന്നും വ്യത്യാസമല്ല. നീ പൊക്കോ, ഞാൻ നടത്തിത്തരാം. അത്രയ്ക്കൊക്കെ ഞാൻ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ആ വണ്ടിയുടെ ഓണർ ഒപ്പിട്ട് കൊടുക്കത്തില്ല. അത് നല്ല പേര് എനിക്ക് ഉണ്ണി സന്താനങ്ങൾ തമ്മിൽ പുറത്തകത്ത് വെച്ച് ഒരു ധാരണയിൽ വന്നാൽ പിന്നെ ആ ഉണ്ണിയുടെ എഴുത്തും വേണ്ട, കുത്തും വേണ്ട, കൈരേഖയും വേണ്ട. പേര് നക്ഷത്രം പറയുന്നു. നിന്റെ പുസ്തകത്താൾ കൊണ്ടുപോകാം. നീ പോവാൻ നിശ്ചയിച്ച ദേശം എഴുതി കൊടുക്കും. ആരെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയത് ഉറപ്പ് പറഞ്ഞിട്ടില്ല. വന്ന് കണ്ടിട്ട് ഈ മാസം അടുത്ത മാസം മനസ്സിലായില്ല. വന്ന് കണ്ടിട്ട് നോക്കാൻ മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു ഭവനത്തിലേക്കാണ്. അതെ അതെ. അപ്പോൾ ആള് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ അപ്പൊ ആ ഉണ്ണി സന്താനത്തിന്റെ പേര് എഴുതി വാങ്ങിച്ചോ. മനസ്സിലാവണ്ട. അവരെ തങ്ങിപ്പാർക്കുന്ന ദിക്ക് വാങ്ങിച്ചോ. മനസ്സിലായ? അവരുടെ പേരിൽ 5 കർമ്മം, നിന്റെ ഇനിയാളുടെ പേരിൽ 5 കർമ്മം. അങ്ങനെ 10 കർമ്മം പ്രവർത്തിക്കുക. പുസ്തകത്താളിന്റെ അക്കം എഴുതി കൊണ്ടുവരാം. ഭവനത്തിന്റെ 4 ഭാഗത്തൊരു നുള്ളു മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്. ആ ദിവസം 2 നേരം അങ്ങേരെ സങ്കല്പിച്ച് വെല്ലുവിളിയില്ല. എന്നെ സങ്കല്പിക്കുക. മനസ്സിലായി? ഇന്ന ദേശത്തുള്ള ഉണ്ണി എന്നെ വന്ന് കണ്ട് അവരുടെ ഭവനത്തില് ഇന്ന ദേശത്ത് എനിക്കൊരു കർമ്മം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ട് എൻ്റെ വാക്കുവചനങ്ങൾ കേട്ട് ഞാൻ ചെയ്യുന്ന കർമ്മം കണ്ട് അവരുടെ ഭവനത്തിലേക്ക് എന്നെ വിളിച്ച് കൊണ്ട് ചെന്നേക്കണേ എന്ന് പറയാം കേട്ടോ. ഞായറാഴ്ച വന്ന് ചെയ്തു. നാളെ കഴിഞ്ഞിട്ട് ഈ പൂവിന് ചുറ്റുവട്ടത്തെ ചൂലക്കാരൻ്റെ ആലയുണ്ട എന്താ എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഒരു ഇളനീര് കൊണ്ടുപോയിട്ട് അങ്ങേർക്ക് ആട്ടം കഴിച്ചിട്ട് അത് ഒരു പാത്രത്തിനകത്ത് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പുറത്ത് അകത്ത് നിന്ന് സേവിച്ചേക്കണം കേട്ടോ. നോക്കൂ, എല്ലാം നല്ല രീതിയിലാണ്. പക്ഷേ 5 വർഷമായിട്ട് രീതിയിൽ കിട്ടില്ല. വീട് നല്ല മാസമായിട്ട് എല്ലാം മെച്ചപ്പെടാനാണ് ആഗ്രഹം. കുഴപ്പമൊന്നുമില്ല. ഒന്നുമുണ്ട്. ഇപ്പം ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. 5 ചെയ്യാൻ ബാങ്കിൽ വരാനുള്ള ബുദ്ധി ഉപയോഗിക്കുന്നു. അതുപോലെ വീട് കാര്യം ചെയ്യാൻ എല്ലാം വരും. പക്ഷേ ഇതെന്താ ഒരു ഇദ്ദേഹം ഭഗീരമാണ്. ഇങ്ങനെ എന്തിനൊക്കെ അതെ, ഉള്ള ആളല്ലേ. അതന്നെ. ഇപ്പുറത്തുനിന്ന് ഈ ആരായിട്ട് തിറക്കണ്ടായിക്കണേ. കുറച്ച് ആൾക്കാരായിട്ട് നമ്മളായിട്ട് നോക്കില്ല. ഞാൻ ഉണ്ണിയായിട്ട് കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണിയുടെ കൂടെ ആരൊക്കെ ചാരി നിന്നോ അവർക്കൊക്കെ അതിന്റെ ഗന്ധമുണ്ടാവും. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. കേടുള്ള മരത്തുനിന്ന് ആരൊക്കെ ചാരി നിന്ന് ആ മരം കൂടി കേടാവുന്നു. പറഞ്ഞതിന്റെ സാരം മനസ്സിലായില്ല? ഉണ്ണിയുടെ സമയം നല്ലതാ, നിന്റെ സമയം നല്ലതാ. പക്ഷെ വെട്ട് നല്ല വെട്ടാ. അത് നീ കയറാത്ത നിൽക്കില്ല. ഇത് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്.
സ്വാമി പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാനത് ഉണ്ണിയുടെ അപ്പൊ പറഞ്ഞാൽ ഉണ്ണിക്ക് സങ്കടം വരും, മനസ്സിലായില്ല? ഈ ഉണ്ണിക്ക് സങ്കടം വരും. ഞാനന്ന് സന്ധ്യക്ക് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാനത് അപ്പൊ പറയാതിരുന്നത്. അത് വെച്ചിട്ടുണ്ട്. ഇന്നലെ പടം രണ്ട് സിനിമ രണ്ട് സിനിമ പുള്ളി ഡയറക്ടർ വെച്ചാൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക. അതിനിടയ്ക്ക് നമ്മളെ കുറച്ച് പൈസ പറഞ്ഞിരുന്നു. എവിടുന്നാ വരുന്നത്? എറണാകുളത്തപ്പന്റെ മണ്ണിൽ പോയിട്ട് അപ്പൻ